വേതാള ചരിത്രം 4-ാം ഭാഗം. ശരവിളക്ക് പറഞ്ഞ കഥ. രാജകുമാരൻ അപ്രത്യക്ഷനായത് മുതൽ രാജകൊട്ടാരത്തിൽ ശക്തമായ കാവൽ ഏർപ്പെടുത്തിയെങ്കിലും 8 ദിവസത്തിലൊരിക്കൽ അപ്സരസുകൾ ഭാസ്കരവർമ്മനെ കൊണ്ടുവന്ന് ആനന്ദഭായിയുടെ അടുത്താക്കിയിരുന്നു. ഈ വാസ്തവം അവൾ പോലും അറിഞ്ഞില്ല. കാലം ചെന്നപ്പോൾ അവളിൽ ഗർഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പുരുഷ സാന്നിധ്യമില്ലാതെ ഇതെങ്ങനെ സംഭവിക്കുവാനാണ്? ആനന്ദഭായിക്ക് ഇതിന് ഉത്തരമുണ്ടായിരുന്നില്ല. കളവ് കണ്ടുപിടിക്കാൻ തോഴിമാർ ആനന്ദഭായിയുടെ കട്ടിലിന് ചുവട്ടിൽ മണൽ വിരിച്ചു. പുറമേ നിന്ന് ആരെങ്കിലും വന്നാൽ അതിൽ കാലടയാളം പതിയുമല്ലോ. ആ ശ്രമം വൃഥാവിലായി. 8 ദിവസം കഴിയുമ്പോൾ വീണ്ടും തനിക്ക് അനുഭൂതി ഉണ്ടാകുന്നതായി ആനന്ദഭായി വെളിപ്പെടുത്തി. തോഴിമാർ ഈ വിവരം രാജാവിനെ അറിയിച്ചു. അദ്ദേഹത്തിന് ആശ്ചര്യമായി. പുരുഷ സംസർഗമില്ലാതെ സ്ത്രീ ഗർഭിണിയാകുകയില്ലെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. വിരഹത്താൽ ദുഃഖിതനായ രാജാവിന് ഈ അപമാനം സഹിക്കുവാനായില്ല. പിഴച്ചുപോയ അവളെ നിയമമനുസരിച്ച് അർദ്ധരാത്രിയിൽ കാട്ടിൽ കൊണ്ടുവിടുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. ദുഷ്ടമൃഗങ്ങളുടെ ആവാസരംഗമായ ആ വനപ്രദേശത്ത് ഏകാകിനിയായി അലഞ്ഞു തിരിയേണ്ടി വന്ന ആനന്ദഭായിയുടെ ദുരവസ്ഥ സങ്കല്പിക്കുവാൻ പോലും പ്രയാസം. 8 മാസം ഗർഭമുള്ള ആ പേലവാങ്കി എല്ലാവരാലും പഴിക്കപ്പെടുന്നതിനു കാരണം സുഖതൽപരകളായ അപ്സരസുകളുടെ മാന്ത്രിക പ്രഭാവമാണെന്ന് ആർക്കറിയാം. നിരാലംബയായി കൊടും കാട്ടിൽ തള്ളപ്പെട്ട അവൾ അകലെ ഒരു ദീപം കണ്ട് ഉത്സാഹഭരിതയായി അങ്ങോട്ട് ഓടിച്ചെന്നു. അത് ഒരു ചുടുകാടായിരുന്നു. മരിച്ചുപോയ മകളെ ദഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദാസി ആനന്ദഭായി ഓടി വരുന്നത് കണ്ട് അവളെ തടഞ്ഞു നിർത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. മരിച്ചുപോയ പുത്രിക്കു പകരം നിന്നെ എനിക്ക് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് അവൾ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുപോയി. ആനന്ദഭായിയുടെ പ്രസവ സമയം സമീപിച്ചു. പിറക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അതിനെ കൊന്നുകളയണമെന്നും പെൺകുട്ടിയാണെങ്കിൽ വളർത്തണമെന്നും ദാസി സൂതികർമ്മിണിയെ ചട്ടം കെട്ടി. കുമാരി പ്രസവിച്ചത് കോമളവദനനായ ഒരു ആൺ പൈതലിനെ ആയിരുന്നു. കുട്ടിയോട് ദയ തോന്നിയ സൂതികർമ്മിണി അവനെ കൊല്ലുന്നതിന് പകരം അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിന്റെ നടയിൽ കൊണ്ടുചെന്ന് കിടത്തുകയാണ് ചെയ്തത്. പകരം ആനന്ദഭായിയുടെ അരികിൽ ഒരു മരപ്പാവയെ കിടത്തി. പ്രസവം കഴിഞ്ഞ് ഉണർന്നപ്പോൾ താൻ ജന്മം നൽകിയത് മരപ്പാവയ്ക്കാണല്ലോ എന്നോർത്ത് കുമാരി കണക്കിലേറെ വിഷാദിച്ചു. ശരവിളക്ക് കഥ നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഇത്രയേ അറിയൂ. ഇതിൻ്റെ ബാക്കി ഇനി തലയണ പറയും. വിക്രമാദിത്യ മഹാരാജാവ് വേതാളത്തെ തലയണയിൽ സന്നിവേശിപ്പിച്ച് കഥ തുടരുവാൻ ആവശ്യപ്പെട്ടു. കൽപ്പന പ്രകാരം തലയണ കഥ ആരംഭിച്ചു.